ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ടുള്ള ഹൽവയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാനായിട്ട്. അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. വീട്ടിൽ പഴം കറുത്തു പോയാൽ ഇനി ടെൻഷൻ ആകേണ്ടതില്ല. ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഹൽവ ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു 1.5 കിലോ പായമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത് കുറഞ്ഞ അളവിലാണ് പായമുള്ളതെങ്കിൽ ഒരു കടായി വെച്ച് ഗ്യാസ് അടുപ്പിൽ തയ്യാറാക്കിയാൽ മതിയാവും. ഇപ്പോൾ നേന്ത്രപ്പഴം നേരിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ജ്യൂസ് അടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇനി ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. ഇനി അതിലേക്ക് വേണ്ടത് 1.5 കപ്പ് ശർക്കര പാനിയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. നന്നായി തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി തന്നെ കുറുകി വരാൻ തുടങ്ങും. ഇതിലേക്ക് 1 കപ്പോളം നെയ്യ് അല്പാൽപ്പം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി കുറുകി വന്നാൽ അതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഇത് ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാകും. നന്നായി ഇളക്കി നെയ്യൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈം ആകുമ്പോൾ ഇത് ഉരുളിയിൽ നിന്ന് മാറ്റാം. ഹൽവ സെറ്റ് ചെയ്യാനുള്ള ട്രേ ഞാൻ നെയ്യ് തടവി കാഷ്യൂ വിതറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കോരിയിടാം. എന്നിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായി തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ചൂടാറി പിറ്റേ ദിവസം ഹൽവ റെഡിയാകും.
അത് മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.